ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമുക്കിന്നിവിടെ പഠിക്കേണ്ടത് GSTR1 എന്ന റിട്ടേൺ ഫോമിന്റെ ഫയലിങ്ങിനെ കുറിച്ചിട്ടാണ്. GST രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു സ്ഥാപനം അല്ലേ? നമ്മുടെ GST രജിസ്ട്രേഷൻ എടുത്തൊരു സ്ഥാപനം മന്ത്ലി ചെയ്യേണ്ട ഫോംസ് ഏതൊക്കെയാണ്? രണ്ട് ഫോംസ് ഉണ്ട് മന്ത്ലി ചെയ്യേണ്ടത്. ഏതൊക്കെയാണ്? GSTR1 3B അല്ലേ? നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. രജിസ്ട്രേഷൻ എടുത്തൊരു സ്ഥാപനം മന്ത്ലി ചെയ്യേണ്ട ഫോമാണ് GSTR1. അതിൽ GSTR1 എങ്ങനെ ഓൺലൈനായിട്ട് ഫയലിംഗ് ചെയ്യാം എന്നുള്ളതാണ് നമുക്കിന്ന് പഠിക്കേണ്ടത്. ക്ലിയർ അല്ലേ? GSTR1 എങ്ങനെ ഓൺലൈൻ ഫയലിംഗ് ചെയ്യാം. നമുക്ക് സൈറ്റിലോട്ട് പ്രവേശിച്ച് ഓൺലൈൻ ഫയലിംഗ് സ്റ്റാർട്ട് ചെയ്യണതിന് മുമ്പായിട്ട് നമുക്ക് എന്ത് ചെയ്യേണ്ടതുണ്ട്? GSTR1 23 ടേബിൾസ് ഉണ്ട് അല്ലേ? എത്ര ടേബിൾസ് ഉണ്ട്? 23 ടേബിൾസ് ഉണ്ട്. ഈ 23 ടേബിൾസിലും എന്തെല്ലാം ചെയ്യണം, ഈ 23 ടേബിൾസിൽ എന്തെല്ലാം ഡീറ്റെയിൽസ് ആണ് കൊടുക്കേണ്ടത് എന്നുള്ളത് നമ്മൾ ആദ്യം അറിയണം. അല്ലാണ്ട് പെട്ടെന്ന് നമ്മൾ സൈറ്റിലോട്ട് പ്രവേശിച്ച് ഫയലിംഗ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല് അത് നമുക്കൊരു ബുദ്ധിമുട്ടാവും. നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ അതിൽ കൊടുക്കണം എന്നുള്ളത് ആദ്യം അറിയണം. അപ്പോ ഫയലിങ്ങിലോട്ട് കടക്കുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം? അതിൽ കൊടുക്കേണ്ടത് എന്തെല്ലാം എന്നുള്ളത് അറിയണം. അതിന്റെ ഒരു തിയറി ക്ലാസ് ആയിരിക്കും ഉണ്ടാവുക. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും? GSTR1 എങ്ങനെ ഓൺലൈൻ ഫയലിംഗ് ചെയ്യാന്നുള്ളത് പഠിക്കും. ക്ലിയർ അല്ലേ? അപ്പൊ നമുക്കറിയാം GSTR1 ഡ്യൂ ഡേറ്റ് വരുന്നത് നെക്സ്റ്റ് മന്ത് 11th ആണ് അല്ലേ? നമ്മൾ ജനുവരി മാസം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ സ്ഥാപനത്തില് ജനുവരി മാസം നടന്ന സെയില് നമ്മൾ അതോറിറ്റിനെ അറിയിക്കേണ്ട സമയം എപ്പോഴാണ്? ഈ ഫെബ്രുവരി മാസം അല്ലേ? ഈ ഫെബ്രുവരി മാസം 11ാം തീയതിക്കുള്ളിൽ നമ്മൾ എന്ത് ചെയ്യണം? ഗവൺമെന്റിനെ GSTR1 ഉപയോഗിച്ച് സെയിൽസ് അറിയിക്കണം. ക്ലിയർ അല്ലേ? അപ്പൊ നമുക്ക് നോക്കി നോക്കാം. 1 എന്തെല്ലാമാണ് കാണിക്കേണ്ടത്, 23 ടേബിൾസിൽ എന്തെല്ലാം കാണിക്കണം എന്നുള്ളത് നമുക്ക് നോക്കി നോക്കാം. എല്ലാവരും ഓക്കെ അല്ലേ? അപ്പൊ ഞാൻ പറയുന്ന കാര്യങ്ങൾ എല്ലാവരും ഫോളോ ചെയ്യുക. പറയുന്ന പോയിന്റ് ഒക്കെ ശ്രദ്ധിക്കുക. നമ്മുടെ ബിസിനസ് സ്ഥാപനത്തിൽ നമുക്ക് നടക്കുന്ന സെയിൽസ് അത് എവിടെയൊക്കെ കാണിക്കണം എന്നുള്ളതാണ് ഇനി പറയാൻ പോണത്. എല്ലാവരും ശ്രദ്ധിക്കുക, നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. 23 ടേബിൾസ് ഉണ്ടെന്ന് പറഞ്ഞല്ലേ? അപ്പൊ നമ്മൾ ആദ്യമായിട്ട് ഒന്നാമത്തെ ടേബിൾ എന്താന്ന് പഠിക്കാൻ പോവാണ്. ഒന്നാമത്തെ ടേബിളിന്റെ പേരെന്താണ്? ഒന്നാമത്തെ ടേബിൾ നമ്മൾ B2B എന്നാണ് ടേബിളിനെ വിളിക്കുക. ക്ലിയർ അല്ലേ? എന്താണ് B2B എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? എന്താണ് B2Bന്റെ ഫുൾ ഫോം? ബിസിനസ് ടു ബിസിനസ് അല്ലേ? B2B പറഞ്ഞു കഴിഞ്ഞാല് ബിസിനസ് ടു ബിസിനസ് എന്ന് പറയും. നമ്മുടെ ഫുൾ ഫോമിനല്ല ഇമ്പോർട്ടൻസ്, അതിൽ എന്ത് തരം സെയിലാണ് അതിൽ കാണിക്കേണ്ടത് എന്നുള്ളതാണ് നമ്മൾ അറിയേണ്ടത്. ഓക്കെ, നമുക്ക് നോക്കാം. നമ്മൾ ആരാണ്? നമ്മൾ രജിസ്ട്രേഷൻ എടുത്ത് GST ഉള്ളൊരു പേഴ്സൺ ആണ് അല്ലെ? അങ്ങനെയുള്ളൊരു പേഴ്സൺ, GST രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ സെയിൽ ചെയ്യാണ്. ആർക്കാണ് സെയിൽ ചെയ്യണത്? നമ്മളെ പോലെ GST രജിസ്ട്രേഷൻ എടുത്ത രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു സ്ഥാപനത്തിന് നമ്മൾ സെയിൽ ചെയ്യാണ്. രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് നമ്മൾ സെയിൽ ചെയ്യാണ്. ക്ലിയർ അല്ലേ? അങ്ങനത്തെ സെയിലാണ് ഏതിൽ കാണിക്കേണ്ടത്? B2B എന്ന ഫസ്റ്റ് ടേബിളിൽ കാണിക്കേണ്ടത്. ക്ലിയർ അല്ലേ? ഇപ്പൊ ഞാൻ റംഷാദാണ് അല്ലെ? രജിസ്ട്രേഷൻ എടുത്ത് രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്. എനിക്കൊരു ഷോപ്പ് ഉണ്ട്, മൊബൈൽ ഷോപ്പ് ഉണ്ട്. ഞാൻ എന്ത് ചെയ്യാണ്? ഒരു 2-3 മൊബൈൽസ് വിൽക്കാണ്. ആർക്കാ വിൽക്കണത്? എന്നെ പോലെ രജിസ്ട്രേഷൻ എടുത്ത നിങ്ങളെ പോലെയുള്ള ആൾക്കാരില്ലേ? നമ്മുടെ സ്ഥാപന രജിസ്ട്രേഷൻ എടുത്ത ഒരാളിലോട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? മൊബൈൽ വിൽക്കാണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം? ഈ മൊബൈൽ വിറ്റത് എന്റെ GSTR1 ഓപ്പൺ ചെയ്ത് അതിൽ ഒന്നാമത്തെ ടേബിളായ B2B ഓപ്പൺ ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക? അതിൽ കാണിക്കുക. ഇനി എങ്ങനെയാണ് അത് കാണിക്കേണ്ടത് എന്നുള്ളത് നമ്മൾ എടുത്തു നോക്കേണ്ടത്. എങ്ങനെയാണ് കാണിക്കേണ്ടത്? ഇൻവോയ്സ് വൈസ് ഡീറ്റെയിൽസ്. എന്താ ഇൻവോയ്സ് വൈസ് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ സെയിൽ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ഇൻവോയ്സ് ബില്ല് ഇഷ്യൂ അല്ലേ? ഇൻവോയ്സ് ബില്ല് ഇഷ്യൂ. ആ ഇൻവോയ്സിൽ കൊടുത്ത കാര്യങ്ങള് അതുപോലെ ഈ B2B ടേബിളിൽ കാണിക്കുക. സിമ്പിൾ ആണ് കാര്യങ്ങൾ. ക്ലിയർ അല്ലേ? അപ്പൊ ഇൻവോയ്സ് വൈസ് ഡീറ്റെയിൽസ് എന്ന് പറയുമ്പോൾ ഇപ്പൊ നമ്മള് ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ
നമ്മൾ ജനുവരി മാസം. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ ബിസിനസ് സ്ഥാപനം മനസ്സിൽ കൊണ്ടുവരും. ക്ലിയർ അല്ലേ? എന്നിട്ട് കഴിഞ്ഞ മാസം ജനുവരി മാസം ഒരുപാട് സെയിൽസ് നടത്തിയിട്ടുണ്ടാവും അല്ലെ? അപ്പോൾ നമ്മളെ പോലെ രജിസ്ട്രേഷൻ എടുത്തിട്ടുള്ള വ്യക്തികൾക്ക് നടത്തിയ സെയില്, അത് നമ്മൾ അങ്ങനെ നടത്തിയ സെയിൽസിന്റെ ഇൻവോയ്സ് മൊത്തം നമ്മൾ എടുക്കുക. രജിസ്റ്റേർഡ് ആയിട്ടുള്ള കസ്റ്റമർക്ക് നടത്തിയ സെയിൽസിന്റെ ഇൻവോയ്സ് ഫുള്ള് നമ്മൾ കംപ്ലീറ്റ് എടുക്കുക. അപ്പൊ അങ്ങനെ എടുത്തൊരു 10 ഇൻവോയ്സ് ബില്ല് ഉണ്ടെന്ന് കരുതുക. അങ്ങനെ 10 ഇൻവോയ്സ് ബില്ല് ഉണ്ടെന്നുണ്ടെങ്കിൽ, രജിസ്റ്റേർഡ് ആയിട്ടുള്ള കസ്റ്റമർക്ക് വിറ്റ 10 ഇൻവോയ്സ് ബില്ല് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഇൻവോയ്സ് എടുക്കുക. ഒന്നാമത്തെ ഇൻവോയ്സ് നമ്മൾ കയ്യിലെടുത്തു അല്ലെ? അതിലെന്തുണ്ടാവും? നമ്മുടെ ആർക്കാണോ വിറ്റത് അവരുടെ GST നമ്പർ ഉണ്ടാവും. നമ്മൾ രജിസ്റ്റേർഡ് ആയിട്ടുള്ള പേഴ്സൺ ആണല്ലോ വിറ്റത്. അപ്പൊ അവരുടെ GST നമ്പറും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, സെയിൽസ് വാല്യൂ ഉണ്ടാവും, GST എമൗണ്ട് ഉണ്ടാവും. ഇതൊക്കെ ഓരോന്നും നോക്കി ടൈപ്പ് ചെയ്യാം. അത്രേ ഉള്ളൂ. എന്നിട്ട് അടുത്ത ഇൻവോയ്സ് എടുക്കുക, നോക്കുക, ടൈപ്പ് ചെയ്യുക. അടുത്ത ഇൻവോയ്സ് എടുക്കുക, നോക്കുക, ടൈപ്പ് ചെയ്യുക. ക്ലിയർ അല്ലേ? ഓരോ ഇൻവോയ്സ് എടുത്തിട്ട് അതിലുള്ള ഡീറ്റെയിൽസ് അടിച്ചു കൊടുക്കുക. അതിലെന്തെല്ലാം ഡീറ്റെയിൽസ് അടിച്ചു കൊടുക്കണം എന്നുള്ളത് നമ്മൾ സൈറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ക്ലിയർ ആവും. അപ്പൊ ഈ പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? B2B സെയിൽ എന്താന്നുള്ളത് ക്ലിയർ അല്ലേ? എല്ലാവർക്കും ഓക്കെ ആണോ? ചാറ്റ് ബോക്സിൽ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ക്ലിയർ ആണോ? B2B ഇൻവോയ്സ്, B2B സെയിൽ എന്താ പറഞ്ഞത്? ക്ലിയർ ആണോ? ഓക്കെ ഓക്കെ, എല്ലാവർക്കും ക്ലിയർ ആണ്. ഓക്കെ 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 ഓക്കെ, ഒന്നാമത്തെ ടേബിൾ ക്ലിയർ ആണ്. നമുക്ക് രണ്ടാമത്തെ ടേബിൾക്ക് പോയി നോക്കാം. ഓക്കെ, നമ്മൾ രണ്ടാമത്തെ ടേബിൾക്ക് പോവാണ്. രണ്ടാമത്തെ ടേബിൾ എന്താണ്? B2C. എന്താണ് B2C എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? ബിസിനസ് ടു കസ്റ്റമർ. ബിസിനസ് ടു കസ്റ്റമർ. എന്താണ് ബിസിനസ് ടു കസ്റ്റമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? നമുക്ക് നോക്കി നോക്കാം. നമ്മള് GST രജിസ്ട്രേഷൻ എടുത്ത വ്യക്തിയാണ് അല്ലെ? നമ്മള് GST രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു സെല്ലറാണ്. നമ്മൾ ആർക്ക് സെയിൽ ചെയ്യാണ്? ഇവിടെ കണ്ടോ, സെയിൽ ടു അൺരജിസ്റ്റേർഡ് കസ്റ്റമർ. ഇവിടെ കണ്ടോ, അൺരജിസ്റ്റേർഡ് കസ്റ്റമർ. എന്താ അൺരജിസ്റ്റേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? GST ഇല്ലാത്ത വ്യക്തിക്ക് സെയിൽ ചെയ്യുക അല്ലെ? ഇപ്പൊ നമ്മൾ മുകളിൽ പറഞ്ഞത് GST എടുത്ത വ്യക്തികൾക്ക് സെയിൽ ചെയ്യണതാണ് അല്ലെ? രജിസ്റ്റേർഡ് ടു രജിസ്റ്റേർഡ്. ഇവിടെ എന്താണ്? നമ്മൾ രജിസ്റ്റേർഡ് പേഴ്സൺ ആണ്. നമ്മൾ വിൽക്കുന്നത് ആർക്കാണ്? രജിസ്ട്രേഷൻ എടുക്കാത്ത വ്യക്തിക്കാണ് വിൽക്കുന്നത് അല്ലെ? അതായത് എന്താണ്? നോർമൽ കസ്റ്റമർ, നമ്മുടെ ഷോപ്പിലൊക്കെ വരുന്ന നോർമൽ പേഴ്സൺസ്, കസ്റ്റമേഴ്സ് ഉണ്ടാവും അല്ലെ? GST രജിസ്ട്രേഷൻ എടുക്കാതെ. ഇപ്പൊ ബിസിനസ് സ്ഥാപനങ്ങൾ തന്നെ ആവാം, GST രജിസ്ട്രേഷൻ എടുക്കാത്ത സ്ഥാപനങ്ങൾ ഉണ്ടാവും. അവർക്ക് നടത്തുന്ന സെയിലാണ് എന്ത് ചെയ്യേണ്ടത്? B2Cയിൽ കാണിക്കേണ്ടത്. ക്ലിയർ അല്ലേ? B2Cയിൽ ആരതാണ് കാണിക്കേണ്ടത്? രജിസ്ട്രേഷൻ എടുക്കാത്ത അൺരജിസ്റ്റേർഡ് കസ്റ്റമറിന് സെയിൽ ചെയ്യണത്. ഓക്കെ, ഇനി ഇതിൽ പറയാനുള്ളത് B2C എന്ന് പറയുന്നത് രണ്ട് ടേബിൾ ഉണ്ട്. അതായത് ഇപ്പൊ നമ്മൾ B2C പറഞ്ഞു. ഈ B2C എത്ര ടൈപ്പ് ഉണ്ട്? രണ്ട് ടേബിൾ ഉണ്ട്. ഓക്കെ അല്ലേ? ഒന്നെന്താണ്? B2C ലാർജ്. പിന്നെന്താണ്? B2C സ്മാള്. B2C എത്ര ടൈപ്പ് ഉണ്ട്? രണ്ട് ടൈപ്പ് ഉണ്ട്. ഓക്കെ, B2C എത്ര ടൈപ്പ് ഉണ്ട്? രണ്ട് ടൈപ്പ് ഉണ്ട്. അപ്പോ ഏത് ടൈപ്പ് B2C ആണ് B2C ലാർജിൽ കാണിക്കേണ്ടത്? അതേപോലെ ഏത് ടൈപ്പ് B2C ആണ് B2C സ്മാളിൽ കാണിക്കേണ്ടത്? നമുക്ക് നോക്കി വെക്കാം. B2C ലാർജിൽ കാണിക്കാന്ന് വെച്ച് കഴിഞ്ഞാല് രണ്ട് കണ്ടീഷൻസ് ഉണ്ട്. ക്ലിയർ അല്ലേ? രണ്ട് കണ്ടീഷൻസ് ഉണ്ട്. ആ രണ്ട് കണ്ടീഷൻസും ഒരുമിച്ച് വരികയാണെന്നുണ്ടെങ്കിൽ, രണ്ട് കണ്ടീഷൻസും ഒരുമിച്ച് വരുന്ന സിറ്റുവേഷൻ വരുന്ന സെയിൽസ് നമ്മൾ B2C ലാർജ് കാണിക്കണം. ഓക്കെ അല്ലേ? ആ രണ്ട് കണ്ടീഷൻസ് ഏതൊക്കെ നമുക്ക് നോക്കിയോ. ഒന്നാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് ഇന്റർ സ്റ്റേറ്റ് സെയിൽ ആവണം. അതാണ് ഇന്റർ സ്റ്റേറ്റ് സെയിൽസ് ടു അൺരജിസ്റ്റേർഡ് പേഴ്സൺ. രജിസ്ട്രേഷൻ എടുക്കാത്ത വ്യക്തി, ആ രജിസ്ട്രേഷൻ എടുക്കാത്ത വ്യക്തിക്ക് വിൽക്കുന്നതാണല്ലോ B2C എന്ന് പറയുന്നത്. അത് എന്താവണം? ഇന്റർ സ്റ്റേറ്റ് സെയിൽ ആവണം. എന്താ ഇന്റർ സ്റ്റേറ്റ് സെയിൽ പറഞ്ഞു കഴിഞ്ഞാല്? നമ്മൾ കേരളത്തിലുള്ള നമ്മള് പുറത്ത് തമിഴ്നാട്ടിലേക്കോ കർണാടകയിലോട്ടൊക്കെ വിൽക്കുന്ന സെയിൽ ഉണ്ടാവും. അങ്ങനത്തെ സെയിലാണ് ഇന്റർ സ്റ്റേറ്റ് സെയില്. അത് ഒന്നാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് അതാണ്. നമ്മൾ അന്യ സംസ്ഥാനത്തോട്ട് നമ്മൾ സെയിൽ ചെയ്തു, അങ്ങനത്തെ സെയിൽ ആവണം. പിന്നെന്താണ് രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത്? ഇൻവോയ്സ് വാല്യൂ മോർ ദാൻ 1 lakh. നമ്മൾ വിൽക്കുന്ന, അതായത് പേര് കാര്യം പറഞ്ഞുതരാം. ഞാൻ റംഷാദാണ്.
എനിക്കൊരു മൊബൈൽ ഷോപ്പ് ഉണ്ട്. ഞാൻ എന്ത് ചെയ്യാണ്, മൊബൈൽ എന്ത് ചെയ്യാണ്, സെയിൽ ചെയ്യാണ്. എങ്ങോട്ടാ സെയിൽ ചെയ്യണത്? ആ തമിഴ്നാട്ടിലുള്ള ഒരു കസ്റ്റമർ, അൺരജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു കസ്റ്റമർക്ക് സെയിൽ ചെയ്യാണ്. ഒന്നാമത്തെ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് അല്ലേ? ഓക്കെ. രണ്ടാമത്തെ കണ്ടീഷൻ എന്താണ്? ആ മൊബൈലിന്റെ വാല്യൂ വരുന്നത് 1 ലക്ഷത്തിന്റെ മുകളിലാണ്. ക്ലിയർ അല്ലേ? ആ മൊബൈലിന്റെ വാല്യൂ വരുന്നത് ഒറ്റൊരു ഇൻവോയ്സ് വാല്യൂ ആണ് പറയുന്നത്. ഒരു സിംഗിൾ ഇൻവോയ്സിന്റെ ഇതാണ് പറയുന്നത്. ഒറ്റ ഇൻവോയ്സ് വാല്യൂ 1 ലക്ഷത്തിന് മുകളിലാണ്. അങ്ങനെ രണ്ട് കണ്ടീഷൻസും ഒരുമിച്ച് വരുന്ന സിറ്റുവേഷൻ വരുന്ന സെയിൽസ് നമ്മൾ എവിടെ കാണിക്കണം? B2C ലാർജിൽ കാണിക്കണം. ക്ലിയർ ആണോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ B2C സ്മാളിൽ ഏതായിരിക്കും കാണിക്കുക? അല്ലാത്ത സെയിൽസ് ഒക്കെ കാണിക്കുക. അതായത് ഇതിൽ പെടാത്ത സെയിൽസ് ഒക്കെ ഏതിൽ കാണിക്കും? B2C സ്മാളിൽ കാണിക്കും. ഫോർ എക്സാമ്പിൾ, കൺഫ്യൂഷൻ ആവണ്ട, ഒരു കാര്യം പറഞ്ഞുതരാം. B2C സ്മോൾ ഇപ്പൊ നമ്മൾ പറഞ്ഞു, ഇവിടെ എന്താ പറഞ്ഞ, രണ്ട് കണ്ടീഷനും സാറ്റിസ്ഫൈഡ് ആണെന്ന് പറഞ്ഞു അല്ലേ? ഇപ്പൊ നമ്മൾ വിറ്റത് തമിഴ്നാട്ടിലാണ്. പക്ഷെ നമ്മുടെ ഇൻവോയ്സ് വാല്യൂ പറഞ്ഞാൽ എന്താണ്? സെയിൽ എമൗണ്ട് പ്ലസ് GST. ക്ലിയർ അല്ലേ? സെയിൽ എമൗണ്ട് പ്ലസ് GST കൂട്ടിയതാണ് ഇൻവോയ്സ് വാല്യൂ എന്ന് പറയുന്നത്. നമ്മൾ ഞാൻ വിറ്റത് എന്താണ്? മൊബൈൽ ഫോൺ വിറ്റത് തമിഴ്നാട്ടിലാണ്. പക്ഷേ എന്റെ മൊബൈലിന്റെ വാല്യൂ എന്ന് പറയുന്നത്, ഇൻവോയ്സ് വാല്യൂ പറയുന്നത് 90,000 ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഏതിൽ കാണിക്കും? B2C സ്മോളിൽ കാണിക്കും, അതേഴ്സിൽ കാണിക്കും. ക്ലിയർ അല്ലേ? അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ വിറ്റത് ഇപ്പോ ഇൻവോയ്സ് വാല്യൂ പറയണത് 1 ലക്ഷത്തിന്റെ മുകളിൽ, 1,50,000 മൊബൈലാണ് വിറ്റത്. വിറ്റത് എവിടേക്കാണ്? നമ്മള് കേരളത്തിലുള്ള ഒരു അൺരജിസ്റ്റേർഡ് കസ്റ്റമർക്ക് തന്നെയാണ് വിറ്റത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് കാണിക്കും, B2C സ്മോളിൽ കാണിക്കും. ഈ രണ്ട് കണ്ടീഷനും സാറ്റിസ്ഫൈഡ് ആയാൽ മാത്രം B2C ലാർജിൽ കാണിക്കുക. ഏതെങ്കിലും ഒന്ന് മാത്രം സാറ്റിസ്ഫൈഡ് ആയതുകൊണ്ട് B2C ലാർജിൽ കാണിക്കാൻ പറ്റില്ല. ക്ലിയർ ആണോ? പിന്നെ B2C സ്മാളിൽ എങ്ങനെയെന്ന് കാണിക്കുക വെച്ച് കഴിഞ്ഞാല്, ഇപ്പൊ B2C നമ്മൾ പറഞ്ഞ രണ്ട് കണ്ടീഷൻസ് ഉണ്ടല്ലോ, ഇത് കാണിക്കേണ്ടതും മുകളിൽ പറഞ്ഞ പോലെ ഇൻവോയ്സ് വൈസിലാണ്. ക്ലിയർ അല്ലേ? ഓരോ ഇൻവോയ്സ് എടുക്കുക. നമ്മൾ ഈ രണ്ട് കണ്ടീഷൻസും തമ്മിലുള്ളത് അങ്ങനെ വന്ന ഇൻവോയ്സ് എടുക്കുക, B2C ലാർജിൽ കാണിക്കുക. അങ്ങനത്തെ ഇൻവോയ്സ് വേറെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് എടുക്കുക, അതിന്റെ ഡീറ്റെയിൽസ് അടിച്ചു കൊടുക്കുക. അങ്ങനെ. എന്നാൽ B2C സ്മാളിലാണെന്നുണ്ടെങ്കിൽ എങ്ങനെ? ഇൻവോയ്സ് വൈസ് അല്ല. എങ്ങനെയാണ്? സമ്മറി, ഇവിടെ കണ്ടോ, സമ്മറി പ്രിപ്പയർഡ് എന്ന് വെച്ച് കഴിഞ്ഞാല് ഓരോ ഇൻവോയ്സും അല്ല, നമ്മൾ ടോട്ടൽ വാല്യൂ കാണുക, അത് അവിടെ കാണിച്ചു കൊടുക്കുക. അതായത് സ്റ്റേറ്റ് വൈസ് ആൻഡ് GST റേറ്റ് വൈസ് സമ്മറിയാണ്. അതിനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം, കൺഫ്യൂഷൻ ആവണ്ട. ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇപ്പൊ കേരളത്തിലുള്ള രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു അൺരജിസ്റ്റേർഡ് പാർട്ടിക്ക് സെയിൽ നടത്തി 5% GST വരുന്ന 10,000 രൂപ വാല്യൂ വരുന്ന സെയിൽസ് നടത്തി. അതായത് ഇപ്പൊ നമ്മൾ ഒരുപാട് സെയിൽസ് നടത്തിയിട്ടുണ്ടാവും അൺരജിസ്റ്റേർഡ് പാർട്ടിക്ക് അല്ലെ? നമ്മുടെ ഷോപ്പിൽ ഒരുപാട് അൺരജിസ്റ്റേർഡ് പാർട്ടീസ് വരുന്നുണ്ടാവും, അവർക്ക് ഒരുപാട് സെയിൽ നടത്തിയിട്ടുണ്ടാവും. അങ്ങനെ 5% റേറ്റ് വരുന്ന എത്ര സെയിൽസ് നമ്മൾ നടത്തി, GST റേറ്റ് 5% വരുന്ന സെയിൽസ് എത്ര നടത്തിയോ അത് ഒരു വിഭാഗമായിട്ട് ടോട്ടൽ കൂട്ടിയിട്ട് അങ്ങനെ കാണിക്കുക. എങ്ങോട്ട് വിറ്റത്? കേരളത്തിൽ വിറ്റത്. എന്നിട്ട് സേവ് അടിക്കുക. അതേപോലെ എന്ത് ചെയ്യാം, കേരളത്തിലോട്ട് തന്നെ വിറ്റത് 12% GST റേറ്റ് വരുന്നുണ്ടാവും അല്ലെ? 12% GST റേറ്റ് വരുന്ന ഗുഡ്സ് അത് സെപ്പറേറ്റ് വേറെ കാണിക്കുക. ക്ലിയർ അല്ലേ? പിന്നെന്താണ് അടുത്തത്? ഇത് എന്താ പറഞ്ഞ ഇവിടെ? സ്റ്റേറ്റ് വൈസ് ആൻഡ് GST റേറ്റ് വൈസ്. സ്റ്റേറ്റ് വൈസ് കണ്ടോ, കേരളത്തിലോട്ടുള്ള 5% റേറ്റ് വരുന്ന 10,000 രൂപയുടെ ഗുഡ്സ് സെയിലാക്കി. ഇവിടെ കണ്ടോ, കേരളത്തിലോട്ട് 12% റേറ്റ് വരുന്ന 25,000 രൂപയുടെ ഗുഡ്സ് സെയിലാക്കി. കണ്ടോ, റേറ്റ് മാറിയില്ലേ? സ്റ്റേറ്റ് സെയിം ആണ്, ബട്ട് റേറ്റ് മാറി. ഇനി വേറൊരു എക്സാമ്പിൾ നോക്കാം. ഇവിടെ എന്താണ്? ഇവിടെ റേറ്റ് സെയിം ആണ്, 5% റേറ്റ് വരുന്നത്. പക്ഷെ എന്തായി? സ്റ്റേറ്റ് മാറി, ഡിഫറെന്റ് സ്റ്റേറ്റ് അല്ലേ? നേരത്തെ കേരള ആയിരുന്നു, ഇപ്പൊ എന്താണ്? കർണാടകയാണ്. അതാണ് പറഞ്ഞത് സ്റ്റേറ്റ് വൈസ് ആൻഡ് GST റേറ്റ് വൈസ് സമ്മറി. അങ്ങനെയുള്ള സെയിലാണ് എന്ത്? B2C സ്മോളിൽ കാണിക്കേണ്ടത്. ക്ലിയർ അല്ലേ? ഇപ്പൊ ആരും കൺഫ്യൂഷൻ ആവണ്ട, നമ്മൾ സൈറ്റ് ഓപ്പൺ ചെയ്ത് കാണിക്കുമ്പോൾ കറക്റ്റ് അതിന്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാവും. ഇപ്പൊ ഈ പറഞ്ഞ B2C ലാർജ്, B2C സ്മോൾ എല്ലാവർക്കും ഓക്കെ ആണോ? ക്ലിയർ ആണോ?
സ്പീഡ് കൂടുന്നുണ്ടോ? എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ പറയൂ. ക്ലിയർ അല്ലേ? ഇഫ് യു അൺരജിസ്റ്റേർഡ് സെൽ ഹൗ ടു ഡു ഐഡന്റിഫൈസ് ആൻഡ് ഇന്റർസ്റ്റേറ്റ് സപ്ലൈ. ഓക്കെ, അങ്ങനെ റീപ്ലൈ വന്നിട്ടുണ്ട്. അതെ, പ്ലേസ് ഓഫ് സപ്ലൈ നോക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഇന്റർസ്റ്റേറ്റ് ആണോ ഇന്റർസ്റ്റേറ്റ് ആണോ എന്നുള്ളത് പറഞ്ഞു. ക്യാൻ യു റിപ്പീറ്റ് അബൌട്ട് ജി എസ് ടി ലാർജ്? ഓക്കെ, ജി എസ് ടി ലാർജ് പറഞ്ഞുതരാം. ജി എസ് ടി ലാർജ് പറഞ്ഞാൽ എന്താണ്? ഒന്നുമില്ല, ഈ രണ്ട് കണ്ടീഷൻസും ഒരുമിച്ച് വരുന്ന സെയിൽ എന്ത് ചെയ്യണം നമ്മൾ ജി എസ് ടി ലാർജില്, ബി ടു സി ലാർജിൽ കാണിക്കണം. എന്തൊക്കെയാണ് രണ്ട് കണ്ടീഷൻ പറഞ്ഞത്? ഇന്റർസ്റ്റേറ്റ് സെയിൽ ആവണം. ക്ലിയർ അല്ലേ? എന്താണ്, നമ്മൾ കേരളത്തിന് പുറത്തോട്ട് വിറ്റ സെയിൽ ആവണം. അതുപോലെ എന്താണ്, ഇൻവോയ്സ് വാല്യൂ മോർ ദാൻ 1 ലക്ഷം ആവണം, 1 ലക്ഷത്തിന് മുകളിലാവണം. 1 ലക്ഷം കൂടി എന്താവില്ല, അത് ബി ടു സി ലാർജിൽ വരില്ല. അത് ഏതിൽ പോകും? ബി ടു സി സ്മാൾ പോകും. 1 ലക്ഷത്തിന് കൂടുതലാവണം. ക്ലിയർ അല്ലേ? ഞാൻ കുറച്ച് എക്സാമ്പിൾ കാണിച്ചു തരാം, അപ്പൊ എന്താവും, എല്ലാവർക്കും ക്ലിയർ ആവും, ഡൗട്ടും കാര്യങ്ങളൊക്കെ പോകും. ഒരു മിനിറ്റ്. ഓക്കെ, നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. അബ്ദുൽ ഷുക്കൂർ ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഓക്കെ, നമുക്ക് കുറച്ച് എക്സാമ്പിൾ നോക്കി നോക്കാം. അപ്പൊ എന്ത് ചെയ്യും, ബി ടു സി ലാർജ് ഏതാ, ബി ടു സി സ്മാൾ ഏതാ, ബി ടു ബി ഏതാന്നുള്ളത് ക്ലിയർ ആവും, കൺഫ്യൂഷൻ ഉണ്ടാവില്ല. ഓക്കെ, നമുക്ക് ഒന്നാമത്തെ എക്സാമ്പിൾ നോക്കാം. ഇനി ഞാൻ എക്സാമ്പിൾസ് പറയും, നിങ്ങൾ എന്ത് ചെയ്യും, അതിന് റീപ്ലൈ ചെയ്യും. ക്ലിയർ അല്ലേ? അപ്പൊ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ഇത് ഏതിലാണ് വരുന്നത്, ഇത് ഏതിലാണ് കൊടുക്കേണ്ടത് എന്നുള്ളത്. ക്ലിയർ അല്ലേ? എല്ലാവരും ശ്രദ്ധിക്കുക. ഓക്കെ, നമുക്ക് എക്സാമ്പിൾ നോക്കാം. ഓക്കെ, അപ്പൊ നിങ്ങളുടെ സ്ഥാപനങ്ങൾ മനസ്സിൽ കൊണ്ടുവരിക. ഇത്ര ഈ അമൗണ്ടിന് സെയിൽ നടക്കാണ്, ഇന്ന സംസ്ഥാനത്തോട് സെയിൽ നടക്കാണ് എന്നുള്ളത് മനസ്സിൽ കൊണ്ടുവരും. ക്ലിയർ അല്ലേ? ഓക്കെ, നമുക്ക് സെയിൽസ് വാല്യൂ വരുന്നത്, ഒന്നാമത്തെ എക്സാമ്പിൾ ആണ്. സെയിൽസ് വാല്യൂ വരുന്നത് 50,000. സെയിൽസ് വാല്യൂ വരുന്നത് 50,000. ജി എസ് ടി എത്ര വരുന്നുണ്ട്? 4,000 വരുന്നുണ്ട്. ടോട്ടൽ എത്ര? ഇൻവോയ്സ് വാല്യൂ പറയുന്നത് ഇതാണ്, വാല്യൂ പ്ലസ് ജി എസ് ടി. ഫസ്റ്റ് ഓഫ് ഓൾ അത് മനസ്സിലാക്കി വെക്കുക. വാല്യൂ പ്ലസ് ജി എസ് ടി ആണ് ഇൻവോയ്സ് വാല്യൂ പറയുന്നത്. വാല്യൂ 50,000, ജി എസ് ടി 4,000. ഇൻവോയ്സ് വാല്യൂ എത്ര? 54,000 വരും അല്ലേ? ഇതെന്താണ് യു ആർ ഡി? യു ആർ ഡി എന്ന് വെച്ചാൽ എന്താണ്? അൺരജിസ്റ്റേർഡ് ഡീലർ. നമ്മൾ ആർക്കാണ് സെയിൽ ചെയ്തത്? അൺരജിസ്റ്റേർഡ് ഡീലർക്കാണ് സെയിൽ ചെയ്തത്. അതായത് ജി എസ് ടി രജിസ്ട്രേഷൻ എടുക്കാത്ത അൺരജിസ്റ്റേർഡ് ആയിട്ടുള്ള സെല്ലർക്കാണ് സെയിൽ ചെയ്തത്. ഇവിടെ കണ്ടോ, എവിടേക്കാണ് സെയിൽ ചെയ്തത്? കേരളത്തിലോട്ട് തന്നെയാണ്. നമ്മൾ കേരളത്തിലുള്ള ഒരു വ്യക്തി കേരളത്തിലോട്ട് തന്നെ സെയിൽ ചെയ്തു. ആർക്കാ സെയിൽ ചെയ്തത്? അൺരജിസ്റ്റേർഡ് ഡീലർക്കാ സെയിൽ ചെയ്തത്. അപ്പോ ഇത് ഏത് ടേബിളിൽ കാണിക്കണം? കമന്റ് ബോക്സിൽ പറയൂ, ഏത് ടേബിളിൽ കാണിക്കേണ്ടി വരും? ബി ടു സി സ്മാള്, സ്മാള്, എല്ലാവരും ബി ടു സി. ബി ടു സി എന്ന് പറയല്ല, ബി ടു സി സ്മാൾ ആണോ ലാർജ് ആണോ എന്നല്ല പറയാം. ഓക്കെ, എല്ലാവരും ബി ടു സി സ്മാൾ എന്ന് പറയുന്നുണ്ട്. അതെ അതെ, ബി ടു സി സ്മാളിലാണ് കാണിക്കേണ്ടത്. എന്താ റീസൺ വന്ന്? നമ്മൾ പറഞ്ഞ രണ്ട് കണ്ടീഷൻസ് സാറ്റിസ്ഫൈഡ് ആണോ? അല്ല. അതുകൊണ്ട് നമ്മൾ എന്തിൽ കാണിക്കണം? ബി ടു സി സ്മാളിൽ കാണിക്കണം. ഓക്കെ ഓക്കെ, എല്ലാവരും സ്മാൾ പറയുന്നുണ്ട്. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ, നമുക്ക് അടുത്ത എക്സാമ്പിൾ നോക്കി നോക്കാം. എല്ലാവരും പെട്ടെന്ന് പെട്ടെന്ന് ടൈപ്പ് ചെയ്യുക, നമ്മൾ ഏതിലാണ് കാണിക്കേണ്ടത് എന്നുള്ളത്. ഓക്കെ, അടുത്തത് വാല്യൂ വരുന്നത് 1 ലക്ഷം, ജി എസ് ടി വരുന്നത് 1,04,000. അപ്പൊ ഇൻവോയ്സ് വാല്യൂ എത്ര? 1,04,000 ടോട്ടൽ വരും. ഓക്കെ അല്ലേ? കണ്ടീഷൻസ് മനസ്സിൽ കൊണ്ടുവരിക. 1 ലക്ഷം, 1,04,000. ഇൻവോയ്സ് വാല്യൂ എത്രയാണ്? 1,04,000 വരും. ആർക്ക് വിറ്റത്? അൺരജിസ്റ്റേർഡ് ഡീലർക്ക് വിറ്റത്. ആർക്ക് വിറ്റത്? അൺരജിസ്റ്റേർഡ് ഡീലർക്ക്. എങ്ങോട്ടാ വിറ്റത്? കേരളത്തിലോട്ടുള്ള അൺരജിസ്റ്റേർഡ് ഡീലർ. ഏത് വരും പറയൂ? ഒന്നാമത്തെ നമ്മള് സ്മാൾ ആയിരുന്നു. രണ്ടാമത്തെ പറയൂ, ഏതിലാ വരുന്നത്? ഓക്കെ, എല്ലാവരും. അതെങ്ങനെ ബി ടു സി ലാർജ് ആവണേ? കണ്ടീഷൻസ് രണ്ട് സാറ്റിസ്ഫൈഡ് ആണോ? ഓക്കെ, ബി ടു സി സ്മാൾ പറയുന്നുണ്ട്.
B2C സ്മോൾ ആണ് ആൻസർ. എങ്ങനെയാണ് B2C ലാർജ് വരുന്നത്? രണ്ട് കണ്ടീഷൻസും സാറ്റിസ്ഫൈഡ് ആണെന്നുണ്ടെങ്കിലാണ് B2C ലാർജ് വരിക. ഇവിടെ എന്താണ്, ഇന്റർ സ്റ്റേറ്റ് സപ്ലൈ ആണോ? അല്ല. നമ്മൾ എങ്ങോട്ടാ വിറ്റത്? കേരളത്തിലോട്ടാണ് വിറ്റത്. കേരള ടു കേരള. അപ്പൊ ഇന്റർ സ്റ്റേറ്റ് സപ്ലൈ ആവില്ല, അത് ഇന്റർ സ്റ്റേറ്റ് സപ്ലൈ ആണ്. അപ്പൊ ഏതിൽ വരും? B2C സ്മോളിൽ വരും. ക്ലിയർ അല്ലേ? ഓക്കെ ആണോ? B2C ലാർജ് പറഞ്ഞവർക്ക് ഓക്കെ ആണോ? അതെ, നോട്ട് ഇന്റർ സ്റ്റേറ്റ്. B2C സ്മോളിൽ വരും. ഓക്കെ, നമുക്ക് അടുത്ത എക്സാമ്പിൾ നോക്കി നോക്കാം. വാല്യൂ വരുന്നത് 80,000, GST വരുന്നത് 85,000. ഇൻവോയ്സ് വാല്യൂ അപ്പോ 85,000 വരും, 85,000 വരും. രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഡീലർക്ക് വിറ്റത് RD. രജിസ്റ്റേർഡ് ആയിട്ടുള്ള GST രജിസ്ട്രേഷൻ എടുത്തിട്ടുള്ള വ്യക്തിക്കാണ് വിറ്റത്. കേരളത്തിലോട്ടാണ് വിറ്റത്. ഏത് ടേബിളിൽ വരും? B2B വരുമോ? B2C ലാർജ് വരുമോ? B2C സ്മോൾ വരുമോ? രജിസ്റ്റേർഡ് ഡീലർക്കാണ് വിറ്റത്. ഏതിൽ വരും? അതെ അതെ, B2B വരും. നോട്ട് B2C സ്മോൾ. ഏതിൽ വരും? B2B വരും. രജിസ്റ്റേർഡ് ഡീലർക്കാണോ വിറ്റത്? പിന്നെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. ഏതിൽ കാണിക്കുക? B2Bയിൽ കാണിക്കുക. അവിടെ പിന്നെ ഈ കണ്ടീഷൻസ് നോക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഇന്റർ സ്റ്റേറ്റ് ആണോ, ഇൻവോയ്സ് വാല്യൂ എത്രയാണോ, അത് നോക്കേണ്ട ആവശ്യമില്ല. രജിസ്റ്റേർഡ് ഡീലർക്ക് വിറ്റാൽ B2Bയിൽ കാണിക്കുക. ഓക്കെ ഓക്കെ, എല്ലാവർക്കും മനസ്സിലായി തുടങ്ങി. അടുത്ത എക്സാമ്പിൾ നോക്കാം. വാല്യൂ വരുന്നത് 90,000, GST വരുന്നത് 10,000. ഇൻവോയ്സ് വാല്യൂ എത്ര വരുന്നുണ്ട്? കറക്റ്റ് 1,00,000 വരുന്നുണ്ട്. നമ്മൾ വിറ്റത് ആർക്കാണ്? അൺരജിസ്റ്റേർഡ് ഡീലർക്ക്. എവിടെയുള്ള ഡീലറാണ്? തമിഴ്നാട്ടിലുള്ള ഡീലറാണ്. ഇൻവോയ്സ് വാല്യൂ 1,00,000. അൺരജിസ്റ്റേർഡ് ഡീലർ എവിടെ? തമിഴ്നാട്ടിലുള്ള അൺരജിസ്റ്റേർഡ് ഡീലർക്ക് നമ്മൾ 1,00,000 ഇൻവോയ്സ് വാല്യൂ വരുന്ന ഗുഡ്സ് സെയിൽ ചെയ്തു. ഏതിൽ വരും? ഏതിൽ വരും? B2C സ്മോൾ എന്ന് പറയുന്നുണ്ട്. B2C സ്മോൾ, B2C സ്മോൾ, B2C സ്മോൾ. അതെ അതെ അതെ, B2C സ്മോൾ വരുന്നുണ്ട്. ഞാൻ പറഞ്ഞു 1,00,000 കൂടുതലായാൽ മാത്രം B2C ലാർജിൽ വരും. അപ്പൊ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ, ഗുഡ് ഗുഡ്. നമുക്ക് അടുത്ത എക്സാമ്പിൾ നോക്കാം. വാല്യൂ 70,000, GST വരുന്നത് 5,000. രജിസ്റ്റേർഡ് ഡീലർക്കാണ് വിറ്റത്. അപ്പൊ ഏതിൽ വരും? രജിസ്റ്റേർഡ് ഡീലർക്കാണ് വിറ്റത്. വാല്യൂ 75,000 ആണ് വരുന്നത്. ഓക്കെ ഓക്കെ, B2B വരും. B2B വരും. നമുക്ക് പെട്ടെന്ന് നോക്കി പോവാം. B2B വരും അല്ലേ? ഓക്കെ ഓക്കെ. അടുത്ത് നോക്കാം. വാല്യൂ 1,00,000 ആണ് വരുന്നത്. 20,000 GST വരും. 1,20,000 ഇൻവോയ്സ് വാല്യൂ വരും. വിറ്റത് അൺരജിസ്റ്റേർഡ് ഡീലർക്ക്, തമിഴ്നാട്ടിലുള്ള ഡീലർക്കാണ് വിറ്റത്. അപ്പൊ ഇതിലൊരു ഓക്കെ ഓക്കെ, B2C ലാർജ് വരും അല്ലെ? രണ്ട് കണ്ടീഷൻസ് കൂടെ ശ്രദ്ധിക്കുക. രണ്ട് കണ്ടീഷൻസ് നമുക്ക് സാറ്റിസ്ഫൈഡ് ആയി. സോ ഇറ്റ് ബിക്കംസ് B2C ലാർജ്. ഓക്കെ ഓക്കെ. ലാസ്റ്റ് എക്സാമ്പിളൂടെ നോക്കിയിട്ട് നമുക്ക് അടുത്തതിലേക്ക് പോവാം. 90,000, 5,000, 95,000 ടോട്ടൽ വരും. URD അൺരജിസ്റ്റേർഡ് ഡീലറാണ് വരുന്നത്. തമിഴ്നാടാണ് വരുന്നത്. ഏത് വരും? ഓക്കെ, B2C സ്മോളിൽ വരും അല്ലേ? ഓക്കെ, അപ്പൊ എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ട്. B2Bയിൽ ഏത് വരും, B2C സ്മോളിൽ ഏത് വരും, B2C ലാർജിൽ ഏത് വരും എന്നുള്ളതൊക്കെ എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ട്. ഓക്കെ അല്ലേ? ഈ എക്സാമ്പിൾ ഒക്കെ പറഞ്ഞപ്പോ എല്ലാവർക്കും ഓക്കെ അല്ലേ? ഇത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത ടോപ്പിക്ക് പോവാം. അടുത്ത ടേബിൾ ഏതാന്നുള്ളത് നോക്കാം. എല്ലാവർക്കും ക്ലിയർ ആണോ? ജസ്റ്റ് ചാറ്റ് ബോക്സിൽ ഒന്ന് പറയണമെന്നുണ്ടെങ്കിൽ. ഓക്കെ ഓക്കെ, എല്ലാവർക്കും ഓക്കെ ആണ്. ഷംജീത് ഓക്കെ, ഫ്രാങ്ക് ഓക്കെ, ഓക്കെ ഓക്കെ, ശ്രീശൻ ഓക്കെ. ഓക്കെ, ക്ലിയർ. ഓക്കെ, നമുക്ക് അടുത്ത ടേബിൾ നോക്കി നോക്കാം അല്ലെ? നമ്മളിപ്പോ 3 ടേബിൾ പറഞ്ഞു. 23-ൽ 3 ടേബിൾ ഇപ്പൊ നമ്മൾ പറഞ്ഞു. 4-മത്തെ ടേബിൾ നമ്മൾ പോവാണ്. ഓക്കെ ഓക്കെ, 4-മത്തെ ടേബിൾ നോക്കി നോക്കാം.
ക്രെഡിറ്റ് നോട്ട് ആൻഡ് ഡെബിറ്റ് നോട്ട് ഇഷ്യൂഡ് ടു രജിസ്റ്റേർഡ് കസ്റ്റമർ. ക്രെഡിറ്റ് നോട്ട് ആൻഡ് ഡെബിറ്റ് നോട്ട് ഇഷ്യൂഡ് ടു രജിസ്റ്റേർഡ് കസ്റ്റമർ. ആരാണ് രജിസ്റ്റേർഡ് കസ്റ്റമർ എന്ന് പറയുന്നത്? B2B കാണിക്കുന്ന കസ്റ്റമേഴ്സ് അല്ലെ. B2B കാണിച്ച കസ്റ്റമേഴ്സിന് ക്രെഡിറ്റ് നോട്ടോ ഡെബിറ്റ് നോട്ടോ നമ്മൾ ഇഷ്യൂ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് എവിടെ കാണിക്കണം? നാലാമത്തെ ടേബിൾ ആയിട്ടുള്ള ഇതിൽ കാണിക്കണം. ക്ലിയർ അല്ലേ? അപ്പൊ നമുക്കൊരു സംശയം, എന്താണ് ഡെബിറ്റ് നോട്ട്, എന്താണ് ക്രെഡിറ്റ് നോട്ട്? വിച്ച് വാസ് ദി തേർഡ് ടേബിൾ? തേർഡ് ടേബിൾ ആണ് ഏത്? B2C സ്മാൾ എന്ന് പറയുന്നത്. സെക്കൻഡ് ടേബിൾ ആണ് ഏത്? B2C ലാർജ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ. അപ്പൊ നാലാമത്തത് ക്രെഡിറ്റ് നോട്ട് ആൻഡ് ഡെബിറ്റ് നോട്ട് ഇഷ്യൂഡ് ടു രജിസ്റ്റേർഡ് കസ്റ്റമർ. എന്താ പറഞ്ഞ? B2B കാണിച്ച രജിസ്റ്റേർഡ് കസ്റ്റമേഴ്സിന് സെയിലാക്കിയ സെയിൽ ഉണ്ട് അല്ലെ, അവർക്ക് അനുകൂലമായി നമ്മൾ ക്രെഡിറ്റ് നോട്ടോ ഡെബിറ്റ് നോട്ടോ ഇഷ്യൂ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, ക്രെഡിറ്റ് നോട്ടോ ഡെബിറ്റ് നോട്ടോ ഇഷ്യൂ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ എവിടെ കാണിക്കണം? നാലാമത്തെ ടേബിളിൽ കാണിക്കണം. അപ്പൊ എന്താണ് ക്രെഡിറ്റ് നോട്ട്, എന്താണ് ഡെബിറ്റ് നോട്ട് എന്നുള്ളത് നമുക്ക് ജസ്റ്റ് നോക്കി വെക്കാം. അറിയുന്നവരുണ്ടാവാം, അറിയാത്തവർക്ക് വേണ്ടി പറയാണ്. ഓക്കെ അല്ലേ? ക്രെഡിറ്റ് നോട്ട് പറഞ്ഞാൽ എന്താണ്? ക്രെഡിറ്റ് നോട്ട് മീൻസ് സെയിൽസ് വാല്യൂ ഡിക്രീസ്. സെയിലിന്റെ വാല്യൂ കുറക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ക്രെഡിറ്റ് നോട്ട് എന്ന് പറയുന്നത് അല്ലെ. അതേപോലെ ഡെബിറ്റ് നോട്ട് എന്താ പറയുന്നത്? ഡെബിറ്റ് നോട്ട് മീൻസ് സെയിൽസ് വാല്യൂ ഇൻക്രീസ്. സെയിൽസിന്റെ വാല്യൂ കൂട്ടാനുള്ള ഡോക്യുമെന്റ് ആണ് എന്ത്? ഡെബിറ്റ് നോട്ട്. നമുക്കൊരു എക്സാമ്പിൾ വെച്ച് നോക്കി വെക്കാം, അപ്പൊ എല്ലാവർക്കും ക്ലിയർ ആവും. എക്സാമ്പിൾ ഫോർ ക്രെഡിറ്റ് നോട്ട്. ക്രെഡിറ്റ് നോട്ട് പറഞ്ഞാൽ എന്താണ്? ഓക്കെ, നമുക്കൊരു എക്സാമ്പിൾ നോക്കി വെക്കാം. റംഷാദ് സെയിൽസ് ടു അജ്മൽ ഫോർ ₹10,000. എന്താ പറഞ്ഞ? റംഷാദ് എന്ന ഞാൻ രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ആര്? അജ്മല്. GST രജിസ്ട്രേഷൻ എടുത്തുള്ള ഒരു വ്യക്തിയാണ് ആര്? അജ്മല്. റംഷാദ് എന്ന ഞാൻ അജ്മലിന് എന്ത് ചെയ്തു? ഗുഡ്സ് സെയിൽ ചെയ്തു. 10,000 വാല്യൂ വരുന്ന ഗുഡ്സ് സെയിൽ ചെയ്തു. ശ്രദ്ധിക്കുക, ഡെബിറ്റ് നോട്ട് എന്താ, ക്രെഡിറ്റ് നോട്ട് എന്താണെന്നുള്ളതാണ് പറയുന്നത്. 10,000 രൂപന്റെ ഗുഡ്സ് സെയിൽ ചെയ്തു. ആർക്ക്? അജ്മലിന് സെയിൽ ചെയ്തു. ദാറ്റ് ടൈം റംഷാദ് ഇഷ്യൂഡ് എ ടാക്സ് ഇൻവോയ്സ് 10,000. സ്വാഭാവികമായിട്ടും നമ്മൾ എന്ത് ചെയ്യും? സെയിൽ നടക്കുന്ന സമയത്ത് രജിസ്റ്റേർഡ് പാർട്ടിക്ക് എന്ത് ചെയ്യും? ടാക്സ് ഇൻവോയ്സ് ഇഷ്യൂ. ക്ലിയർ അല്ലേ? അത് ഓക്കെ അല്ലേ? ബട്ട് ആഫ്റ്റർ 2 days അജ്മൽ റിട്ടേൺ വർത്ത് ഗുഡ്സ് 2,000. സെയിലൊക്കെ നടത്തി, 10,000 രൂപക്ക് സെയിലൊക്കെ നടത്തി, അജ്മലിന് ടാക്സ് ഇൻവോയ്സ് ഒക്കെ കൊടുത്തു. 2 ദിവസം കഴിഞ്ഞപ്പോ എന്ത് ചെയ്തു? അജ്മൽ എന്ത് ചെയ്തു? 2,000 രൂപ വരുന്ന ഗുഡ്സ്, ഞാൻ വിറ്റതിൽ 2,000 രൂപ വരുന്ന ഗുഡ്സ് അജ്മൽ വേണ്ടെന്ന് പറഞ്ഞാണ്ട് എന്റെ ഷോപ്പിലോട്ട് തന്നെ റിട്ടേൺ കൊടുന്നു വന്നു. ക്ലിയർ അല്ലേ? അപ്പൊ എന്ത് സംഭവിച്ചേ? ആ സമയത്ത് റംഷാദ് വാണ്ട് ടു റെഡ്യൂസ് സെയിൽസ് വാല്യൂ. എനിക്ക് എന്ത് ചെയ്യണം? സെയിൽസിന്റെ വാല്യൂ കുറക്കണം അല്ലെ. ഞാൻ 10,000 സെയിൽ ചെയ്തു, പിന്നെന്താ സംഭവിച്ചേ? അജ്മല് 2,000 ഗുഡ്സ് റിട്ടേൺ കൊണ്ടുവന്നു. അപ്പൊ എന്ത് സംഭവിച്ചു? ഇപ്പൊ എനിക്ക് സെയിൽ നടന്നത് 10,000 ആയിട്ട് സെയിൽ ഓഫ് ബുക്കിൽ കാണിക്കാൻ പറ്റൂ? ഇല്ല. നമുക്ക് എന്ത് ചെയ്യണം? സെയിൽസിന്റെ വാല്യൂ കുറക്കണം. നമ്മൾ എന്ത് ചെയ്യും? എനിക്ക് ഓപ്ഷൻസ് ഉണ്ട്. എന്ത് ഓപ്ഷൻ ഉണ്ട്? നമ്മുടെ ആദ്യം ഇഷ്യൂ ചെയ്ത 10,000 സെയിൽസ് ഇൻവോയ്സ്, ടാക്സ് ഇൻവോയ്സ് ക്യാൻസൽ ചെയ്ത് പുതിയ ഇൻവോയ്സ് ബിൽ അടിക്കാം അല്ലെ. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. പക്ഷെ GST ഡിപ്പാർട്ട്മെന്റ് പറയാണ് അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ എന്ത് ചെയ്താൽ മതി? ഫോർ ദാറ്റ് റംഷാദ് ഇഷ്യൂ ക്രെഡിറ്റ് നോട്ട് ഫോർ ₹2,000. 2,000 ഒരു ക്രെഡിറ്റ് നോട്ട് പ്രിപ്പയർ ചെയ്തിട്ട് അത് അജ്മലിനെ ഇഷ്യൂ ചെയ്താൽ മതി. ക്ലിയർ അല്ലേ? അപ്പൊ എന്തൊരു നെറ്റ് എഫക്ട് എത്ര വരും? നെറ്റ് എഫക്ട് 8,000 വരും. ക്ലിയർ അല്ലേ? 10,000 സെയിൽ ചെയ്തിട്ട് 2,000 റിട്ടേൺ വന്നു. നമ്മുടെ സെയിൽ ഓഫ് ബുക്കിൽ എന്ത് കാണിക്കാൻ പറ്റൂല? 10,000 അപ്പൊ കാണിക്കാൻ പറ്റൂ, കാരണം നമുക്ക് 8,000 സെയിൽ അപ്പൊ അവിടെ നടന്നിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളെ ടാക്സ് ഇൻവോയ്സ് ഒന്നും ക്യാൻസൽ ചെയ്യാൻ പോകണ്ട. നമ്മൾ എന്ത് ചെയ്താൽ മതി? ഒരു ക്രെഡിറ്റ് നോട്ട് 2,000 ഇഷ്യൂ ചെയ്യാം, പ്രിപ്പയർ ചെയ്ത് ഇഷ്യൂ ചെയ്യാം. അങ്ങനെ ചെയ്താൽ എന്താവും? നെറ്റ് എഫക്ട് 8,000 വരും. അതാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ ഒരു ക്രെഡിറ്റ് നോട്ട് ഇഷ്യൂ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് എവിടെ കാണിക്കണം? നാലാമത്തെ ടേബിളിൽ കാണിക്കണം. രജിസ്റ്റേർഡ് ഡീലർക്ക് ക്രെഡിറ്റ് നോട്ട് ഇഷ്യൂ ചെയ്താൽ നാലാമത്തെ ടേബിളിൽ കാണിക്കണം. അത്രേ ഉള്ളൂ. ക്ലിയർ ആണോ? പറഞ്ഞത് ക്ലിയർ ആണോ?
പ്രകാശം ചോദിക്കുന്നുണ്ട് എങ്ങനെ ചെയ്യും. അതിന് പ്രത്യേക ഫോർമാറ്റ് ഒന്നുമില്ല. നമ്മൾ ജസ്റ്റ് ഇങ്ങനെ 2000ന്റെ സെയിൽസ് വാല്യൂ കുറച്ച് റിട്ടേൺ വന്ന പറഞ്ഞ അങ്ങനെ കാണിച്ചാൽ മതി. ക്ലിയർ അല്ലേ? ക്രെഡിറ്റ് നോട്ട് നമ്മൾ ക്രെഡിറ്റ് നോട്ടിന്റെ ഡോക്യുമെന്റ് ഇഷ്യൂ ചെയ്യാം, അത്രേ ഉള്ളൂ. ഓക്കെ, എല്ലാവരും ഓക്കെ ഓക്കെ ഓക്കെ. ഹരി യെസ് പറഞ്ഞിട്ടുണ്ട്. ഫ്രാങ്ക് ഓക്കെ ആണ്. ശ്രീശൻ ഓക്കെ. എല്ലാവർക്കും ക്ലിയർ അല്ലേ? ഓക്കെ. നമുക്ക് മറ്റൊരു എക്സാമ്പിൾ കൂടെ നോക്കി നോക്കാം. ക്രെഡിറ്റ് നോട്ട് പറഞ്ഞു സെയിൽസ് വാല്യൂ കുറക്കാനാണെന്ന് പറഞ്ഞു. റംഷാദ് സെയിൽസ് ടു അജ്മൽ 10,000. 10,000ത്തിന്റെ സെയിൽസ് നമ്മൾ നടത്തി. ഞാൻ എന്ത് ചെയ്തു? സെയില് നമ്മൾ ടാക്സ് ബില്ല് അടിക്കുന്ന സമയത്ത് എനിക്ക് എന്തോന്നു ഒരു മിസ്റ്റേക്ക് വന്നു, ഒരു ക്ലറിക്കൽ മിസ്റ്റേക്ക് വന്നു. ഞാൻ എന്ത് ചെയ്തു? 10,000 അടിക്കേണ്ട സമയത്ത് ഞാൻ 11,000 അടിച്ചു. എന്ത് ചെയ്തു? 1000 കൂട്ടി കാണിച്ചു. ക്ലറിക്കൽ മിസ്റ്റേക്ക് അല്ലേ? 1000 രൂപ ഇൻവോയ്സിൽ കൂട്ടി കാണിച്ചു. പിന്നീട് എന്തായി? റംഷാദ് അണ്ടർസ്റ്റുഡ് റോങ്ലി ഇൻക്രീസ്ഡ് 1000. പിന്നീട് എനിക്ക് മനസ്സിലായി ഞാൻ 1000 രൂപ കൂട്ടിയാണ് കാണിച്ചത്. സെയിൽ നടക്കാത്ത 1000 രൂപ ബില്ലിൽ കൂട്ടി കാണിച്ചു. എന്ത് ചെയ്യാൻ പറ്റും? റംഷാദ് വാണ്ട്സ് ടു റിഡ്യൂസ് സെയിൽസ് വാല്യൂ ബൈ 1000. എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? 1000 രൂപ കുറക്കേണ്ട ആവശ്യമുണ്ട്. അപ്പൊ എന്താ ചെയ്യാ? അപ്പൊ GST ഡിപ്പാർട്ട്മെന്റ് പറയാണ് ഇഷ്യൂഡ് ക്രെഡിറ്റ് നോട്ട് ₹1000. ഒരു 1000 രൂപന്റെ ക്രെഡിറ്റ് നോട്ട് ഉണ്ടാക്കിയിട്ട് ഒരു ഡോക്യുമെന്റ് ഉണ്ടാക്കിയിട്ട് അജ്മലിന് കൊടുത്താൽ മതി. രജിസ്റ്റേർഡ് ആയിട്ടുള്ള അജ്മലിന് 1000 രൂപയുടെ ക്രെഡിറ്റ് നോട്ട് കൊടുത്താൽ മതി. ക്ലിയർ അല്ലേ? അപ്പൊ എന്തുവരും? നെറ്റ് എഫക്റ്റിൽ എന്തുവരും? നെറ്റ് എഫക്റ്റ് 10,000 ആയി വരും. ക്ലിയർ അല്ലേ? നമ്മൾ എന്ത് ചെയ്യുക? സെയിൽ ഓഫ് ബുക്കില് നമ്മൾ എങ്ങനെ കാണിച്ചിട്ടുണ്ടാവും? 11,000 രൂപയുടെ സെയിൽ നടന്നതായി ടാക്സ് ഇൻവോയ്സ് ബില്ലൊക്കെ അടിച്ച് കാണിച്ചിട്ടുണ്ടാവും. അതിന്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യുക? 1000 രൂപയുടെ ക്രെഡിറ്റ് നോട്ട് നമ്മൾ അതിന്റെ കൂടെ പിൻ ചെയ്ത് സൂക്ഷിച്ചേക്കുക. നെറ്റ് എഫക്ട് എത്ര? 10,000 വരും. ക്ലിയർ ആണോ? ക്രെഡിറ്റ് നോട്ട് എന്താ പറഞ്ഞത്? ക്ലിയർ ആണോ എല്ലാവർക്കും? ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ ക്ലിയർ എന്ന് പറയാം. നമുക്ക് അടുത്ത ടോപ്പിക്കിലോട്ട് പോകും. എല്ലാവർക്കും ക്ലിയർ ആണോ ക്രെഡിറ്റ് നോട്ട് എന്താന്നുള്ളത്? എങ്ങനെ കാണിക്കുന്നുള്ളതൊക്കെ നമ്മൾ എന്ത് ചെയ്യും? സൈറ്റ് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരും. ഓക്കെ അല്ലേ? ഇപ്പൊ ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. 4ാമത്തെ ടേബിളിൽ ഇതാണ് കാണിക്കേണ്ടത് എന്നുള്ളത്. ഓക്കെ അല്ലേ? ഓക്കെ, എല്ലാവർക്കും ക്ലിയർ ആണ്. ഓക്കെ ഓക്കെ. നമുക്ക് അടുത്ത ടേബിൾക്ക് പോയി നോക്കാം. ഓക്കെ, നമ്മൾ ക്രെഡിറ്റ് നോട്ട് എന്താന്നുള്ളത് പറഞ്ഞു അല്ലേ? ഇനി ഡെബിറ്റ് നോട്ട് എന്താണെന്ന്? ക്രെഡിറ്റ് നോട്ട് എന്താന്നുള്ളത് നമ്മൾ പറഞ്ഞു. എന്താണ് ഡെബിറ്റ് നോട്ട്? ഒരു മിനിറ്റ്. ഓക്കെ, അപ്പൊ ക്രെഡിറ്റ് നോട്ട് നമ്മൾ പറഞ്ഞു സെയിൽസ് വാല്യൂ ഡിക്രീസ് ചെയ്യാനുള്ളതാണ് ക്രെഡിറ്റ് നോട്ട് അല്ലേ? അപ്പൊ എന്തായിരിക്കും ഡെബിറ്റ് നോട്ട്? നേരെ ഓപ്പോസിറ്റ് ചിന്തിക്കുക. സെയിൽസ് വാല്യൂ കുറക്കാനാണ് ക്രെഡിറ്റ് നോട്ട് എങ്കിൽ സെയിൽസ് വാല്യൂ കൂട്ടി കാണിക്കാനാണ് എന്ത്? ഡെബിറ്റ് നോട്ട് വരുന്നത്. നമുക്ക് നോക്കി നോക്കാം. ഒരു എക്സാമ്പിൾ ഇട്ടേനെ നോക്കി നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ പ്രകാരം റംഷാദ് സെയിൽസ് ടു അജ്മൽ ഫോർ 10,000. 10,000ത്തിന് വേണ്ടി 10,000 രൂപക്ക് സെയിൽ നടത്തുകയാണ്. ആർക്ക്? രജിസ്റ്റേർഡ് ആയിട്ടുള്ള അജ്മലിന്. റംഷാദ് എന്ത് ചെയ്യും? ഇഷ്യൂഡ് ബിൽ ബട്ട് മിസ്റ്റേക്കൻലി ഡിക്രീസ് 1000. അതായത് ഞാൻ എന്ത് ചെയ്തു? 10,000 രൂപയുടെ സെയിൽ നടത്തി. ആർക്ക് നടത്തി? അജ്മലിന് നടത്തി. ക്ലറിക്കൽ മിസ്റ്റേക്ക്, ഞാനിങ്ങനെ ടാക്സ് ഇൻവോയ്സ് പ്രിപ്പയർ ചെയ്ത സമയത്ത് മിസ്റ്റേക്കൻലി ഞാൻ എന്ത് ചെയ്തു? ടാക്സ് ഇൻവോയ്സിൽ 1000 രൂപ കുറച്ച് കാണിച്ചു. അപ്പൊ എത്രയും കാണിച്ചിട്ടുണ്ടാവുക? 9,000 കാണിച്ചിട്ടുണ്ടാവും അല്ലെ? ടാക്സ് ഇൻവോയ്സിൽ നമ്മൾ 9,000 കാണിച്ചു. എന്ത് ചെയ്തു? സെയിൽസ് വാല്യൂ കുറഞ്ഞു പോയില്ലേ? 10,000 സെയിൽ നടന്നത് ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ എത്ര കാണിച്ചിട്ടുണ്ടാവുള്ളൂ? 9,000. ക്ലിയർ അല്ലേ?
എന്ത് ചെയ്യണം? ഹെൻസ് റംഷാദ് വാണ്ട് ടു ഇൻക്രീസ് സെയിൽസ് വാല്യൂ റുപ്പീസ് 1000. എനിക്ക് എന്ത് ചെയ്യേണ്ടതുണ്ട്? 1000 രൂപ കൂട്ടി കാണിക്കേണ്ടതുണ്ട് അല്ലെ? ഞാൻ 10,000 സെയിൽ നടത്തിയിട്ട് 9,000 ടാക്സ് ഇൻവോയ്സിൽ ടൈപ്പ് ചെയ്തോളൂ. ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ 9,000 കാണിച്ചോളൂ. അങ്ങനെ കാണിച്ച എനിക്ക് 1000 നഷ്ടല്ലേ? ഇപ്പൊ എന്ത് ചെയ്യണം? 1000 രൂപ കൂട്ടി കാണിക്കണം. എന്ത് ചെയ്യാൻ പറ്റും? റംഷാദ് ഇഷ്യൂഡ് എ ഡെബിറ്റ് നോട്ട് ഫോർ റുപ്പീസ് 1000. എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു ഓപ്ഷൻ ഉണ്ട്. ഡെബിറ്റ് നോട്ട് ഇഷ്യൂ ചെയ്യാൻ പറ്റും 1000 രൂപയുടെ. നമുക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല. 9,000 അയ്യോ, നമ്മൾ 9,000 ബില്ലാണല്ലോ അടിച്ചത്. ഇനി അത് ക്യാൻസൽ ചെയ്തിട്ട് പുതിയ 10,000 ബില്ലടിക്കാം. അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. അതിനു വേണ്ടിയിട്ടാണ് എന്ത് GST ഡിപ്പാർട്ട്മെന്റ് ഇങ്ങനെ ഒരു ടാബിൾ കൊണ്ടുവന്നിട്ടുള്ളത്. ഡെബിറ്റ് നോട്ട്, ക്രെഡിറ്റ് നോട്ട്. സെയിൽസ് വാല്യൂ അപ്പൊ കുറഞ്ഞു പോയാൽ നമ്മൾ എന്ത് ചെയ്യണം? ഇങ്ങനെ കാണിക്കണം. 10,000 ഡെബിറ്റ് നോട്ട് ഇഷ്യൂ ചെയ്താൽ മതി. നെറ്റ് എഫക്ട് എന്ത് വരും? അപ്പൊ 10,000 വരും. ക്ലിയർ അല്ലേ? 1000 രൂപയുടെ ഡെബിറ്റ് നോട്ട് ഇഷ്യൂ ചെയ്യുക. പറഞ്ഞത് ഓക്കെയാണോ? നമ്മൾ നേരെ ക്രെഡിറ്റ് നോട്ട് പറഞ്ഞതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഇത് വരുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ ആണോ? ഡെബിറ്റ് നോട്ട് എന്താ, ക്രെഡിറ്റ് നോട്ട് എന്താ നമ്മൾ പറഞ്ഞു. എല്ലാവർക്കും ഓക്കെ ആണോ? ജസ്റ്റ് ചാറ്റ് ബോക്സിൽ എന്ന് പറയാമോ? ഓക്കെ, മുഹമ്മദ് ഓക്കെ, ഷിഫാന ഓക്കെ, പ്രമീനത് ഓക്കെ, നിഷാദ് ഓക്കെ. എല്ലാവർക്കും ഓക്കെ ആണല്ലേ? ഓക്കെ, എല്ലാവർക്കും ഓക്കെ. കോഴിക്കുട്ടി ഓക്കെ. അപ്പോ രജിസ്റ്റേർഡ് ആയിട്ടുള്ള പേഴ്സൺ നടത്തിയ സെയിലിന് അനുകൂലമായി നമ്മൾ ഡെബിറ്റ് നോട്ടോ ക്രെഡിറ്റ് നോട്ടോ ഇഷ്യൂ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതവിടെ കാണിക്കുക. 4ാമത്തെ ടേബിളിൽ കാണിക്കുക. നമുക്ക് സൈറ്റ് ഒക്കെ ഓപ്പൺ ചെയ്ത് നമ്മൾ ശരിക്ക് കാണിച്ചു തരും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യും? ശരിക്കിനെല്ലാം ക്ലിയർ ആവും. ക്ലിയർ. വാട്ട് ഇഫ് അംജദ് ഫൈൽസ് ജസ്റ്റ് അജ്മലിന്റെ ആണോ ചോദിച്ചത്? ഉം, അതിനെപ്പറ്റി നമ്മൾ പിന്നെ പഠിക്കും കേട്ടോ. കസ്റ്റമറിന്റെ എന്ത് വരും എന്നുള്ളത് നമ്മൾ പിന്നെ പഠിക്കും. നമ്മൾ സപ്ലയറിന്റെ പോയിന്റ് ഓഫ് വ്യൂ ചിന്തിക്കും. ഓക്കെ അല്ലേ? അപ്പൊ നമ്മൾ സെയിൽ നടത്തിയതിനെ പറ്റി മാത്രം ചിന്തിക്കുക. നമ്മൾ ഇഷ്യൂ ചെയ്ത ഡെബിറ്റ് നോട്ട് ആൻഡ് ക്രെഡിറ്റ് നോട്ട് മാത്രം ആലോചിക്കുക. ക്ലിയർ? സുരാജ് ഓക്കെ ആണോ? ഓക്കെ. ഓക്കെ, ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? ടേബിള് മാത്രം അതിൽ വരുന്ന എന്താണ് എന്നുള്ളത് ജസ്റ്റ് മനസ്സിലാക്കി മാത്രം പോവുക. നമ്മൾ ഫയലിംഗ് ചെയ്യുന്ന സമയത്ത് എന്താവും? എല്ലാവർക്കും ക്ലിയർ ആയി മനസ്സിലാവും. ഇപ്പൊ നമ്മൾ ഡയറക്റ്റ് സൈറ്റ് കയറി ഫയലിംഗ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാല് നമുക്ക് എന്ത് ചെയ്യൂല? ഈ ഒരു ഐഡിയ കിട്ടൂല. ഈ ഒരു എക്സാമ്പിൾ ഒന്നും അപ്പൊ അവിടെ വെച്ച് പറയാൻ പറ്റൂല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യും? ആകെ കൺഫ്യൂഷൻ ആവും. ഏത് സെയിൽ B2C കാണിക്കണം, ലാർജിൽ കാണിക്കണം എന്നുള്ള ആകെ കൺഫ്യൂഷൻ ആവും. അതുകൊണ്ടാണ് ഇങ്ങനെ അത് തിയറി പറയുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ. നമ്മൾ 4 ടേബിൾ പറഞ്ഞു. 5ാമത്തെ ടേബിൾക്ക് പോവാം. എന്താണ് 5ാമത്തെ ടേബിള്? ക്രെഡിറ്റ് നോട്ട് ആൻഡ് ഡെബിറ്റ് നോട്ട് ഇഷ്യൂഡ് ടു അൺരജിസ്റ്റേർഡ് പേഴ്സൺ. ഇഷ്യൂഡ് ടു അൺരജിസ്റ്റേർഡ് പേഴ്സൺ. നമ്മൾ നേരത്തെ പറഞ്ഞത് രജിസ്റ്റേർഡ് പേഴ്സൺ ആയിരുന്നു. ഇപ്പൊ ആർക്കാണ്? അൺരജിസ്റ്റേർഡ് പേഴ്സൺ ആണ്. അതായത് രജിസ്ട്രേഷൻ എടുക്കാത്ത വ്യക്തിക്ക് നമ്മൾ ഇഷ്യൂഡ് ക്രെഡിറ്റ് നോട്ടോ ഡെബിറ്റ് നോട്ടോ ഇഷ്യൂ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എവിടെ കാണിക്കണം? 5ാമത്തെ ടേബിളിൽ കാണിക്കണം. ഇവിടെ പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കുക. എല്ലാവരും നോക്കുക. ഇവിടെ എന്താണ്? B2C ലാർജ്. അതായത് നമ്മൾ B2C ലാർജിൽ കാണിക്കുന്ന സെയിൽസ് ഉണ്ടാവും അല്ലെ? അതിന് ആനുകൂലികമായിട്ട് ക്രെഡിറ്റ് നോട്ടോ ഡെബിറ്റ് നോട്ടോ ഇഷ്യൂ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് മാത്രം കാണിക്കുക. ക്ലിയർ അല്ലേ? B2C ലാർജിൽ നടത്തിയ സെയിൽസ് നമ്മൾ കാണിച്ചു. ആ കസ്റ്റമേഴ്സിന് നമ്മൾ ഡെബിറ്റ് നോട്ടോ ക്രെഡിറ്റ് നോട്ടോ ഇഷ്യൂ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് മാത്രം എന്ത് ചെയ്യുക? ടേബിൾ 5 കാണിക്കുക. അപ്പൊ എല്ലാവർക്കും ഒരു ഡൗട്ട് വരാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? B2C സ്മോളിൽ കാണിച്ച
സെയിൽസ് ഉണ്ടാവും അല്ലേ? അവർക്ക് ക്രെഡിറ്റ് നോട്ടോ ഡെബിറ്റ് നോട്ടോ ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളവിടെ കാണിക്കേണ്ടി വരും അല്ലേ? അങ്ങനെ ഒരു ഡൗട്ട് ഉണ്ടാവും. അത് നമ്മളിവിടെ കാണിക്കും. അതാ നോക്കൂ, B2C സ്മോൾ ക്രെഡിറ്റ് നോട്ട് ആൻഡ് ഡെബിറ്റ് നോട്ട് ഷോൺ ഇൻ B2C സ്മോൾ സമ്മറി ടേബിൾ. അതായത് ഒന്നുമില്ല, നമ്മള് മൂന്നാമത്തെ ടേബിളിൽ കാണിച്ച സെയിൽസ് ഉണ്ടല്ലോ, ആ സെയിൽസിന് ആനുകൂലികമായി നമ്മൾ ക്രെഡിറ്റ് നോട്ടോ ഡെബിറ്റ് നോട്ടോ എന്തെങ്കിലും ഇഷ്യൂ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്താൽ മതി, ആ ടേബിളിൽ തന്നെ അഡ്ജസ്റ്റ് ചെയ്താൽ മതി. ക്ലിയർ അല്ലേ? അതിന് പ്രത്യേക ഒരു ടേബിൾ ഇല്ല. അങ്ങനെ നടത്തിയ ക്രെഡിറ്റ് നോട്ടും ഡെബിറ്റ് നോട്ടും ആ ടേബിളിൽ തന്നെ അഡ്ജസ്റ്റ് ചെയ്യുക. ക്ലിയർ അല്ലേ? നമ്മൾ സൈറ്റ് ഓപ്പൺ ചെയ്ത് കാണിക്കുന്ന സമയത്ത് അത് അഡ്ജസ്റ്റ് ചെയ്യണതൊക്കെ കാണിച്ചു തരും. അപ്പൊ ക്ലിയർ ആവും. ഈ പറഞ്ഞ കാര്യം ക്ലിയർ ആണോ? ക്രെഡിറ്റ് നോട്ട് ഡെബിറ്റ് നോട്ട് B2C ലാർജിൽ കാണിക്കേണ്ടതും B2C ലാർജിന് നടത്തിയ സെയിൽസ് എവിടെ കാണിക്കുക? B2C ലാർജിന് നടത്തിയ കസ്റ്റമേഴ്സിന് എന്തെങ്കിലും ക്രെഡിറ്റ് നോട്ടോ ഡെബിറ്റ് നോട്ടോ ഇഷ്യൂ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ടേബിൾ 5 കാണിക്കുക. അതേപോലെ സ്മാള് നടത്തിയ സെയിൽസിന് അനുകൂലികമായി എന്തെങ്കിലും ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് നോട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ആ ടേബിളിൽ തന്നെ, ആ ടേബിൾ ഏതാണ്? മൂന്നാമത്തെ ടേബിൾ B2C സ്മാളിൽ കാണിക്കുക. എല്ലാവർക്കും ഓക്കെ ആണോ? 5 ടേബിൾ നമ്മൾ പഠിച്ചു. ഈ 5 ടേബിൾ എല്ലാവർക്കും ഓക്കെ ആണോ? ഓക്കെ, എല്ലാവർക്കും ക്ലിയർ ആണ്. വിനോദ് ഓക്കെ, ഹരി ഓക്കെ, പ്രേമനാഥ് ഓക്കെ. ക്രെഡിറ്റ് നോട്ട് കൊടുത്ത കസ്റ്റമറുടെ കയ്യിൽ നിന്നും ഡെബിറ്റ് നോട്ട് വാങ്ങേണ്ട കാര്യമുണ്ടോ B2B? ഇല്ലല്ല, അങ്ങനത്തെ ആവശ്യമില്ല കേട്ടോ. സപ്ലയർ ആണ് ക്രെഡിറ്റ് നോട്ടും ഡെബിറ്റ് നോട്ടും ഒക്കെ ഇഷ്യൂ ചെയ്യേണ്ടത്. ക്ലിയർ അല്ലേ? ഷിഫാന ഓക്കെ ആണോ? GST പ്രകാരം അങ്ങനെയൊന്നുമില്ല. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പൊ നമ്മൾ 5 ടേബിൾ പഠിച്ചു. എല്ലാവർക്കും അത് ക്ലിയർ ആണ്, ഓക്കെ ആണ്. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം അല്ലേ? നമുക്ക് ബാക്കി ടേബിൾസ് നാളെ പഠിക്കാം. എല്ലാവർക്കും ഓക്കെ ആണ്? ഓക്കെ, അപ്പൊ നമുക്ക് ബാക്കി ടേബിൾസ് നാളെ പഠിക്കാം. നമുക്ക് പ്രാക്ടിക്കലി കാര്യമായിട്ട് വരുന്നത് B2B B2C ഇതൊക്കെ കാര്യമായിട്ട് വരുന്നുള്ളൂ. ഡെബിറ്റ് നോട്ട് ക്രെഡിറ്റ് നോട്ട് വരുന്നവരുണ്ടാവാം. കൂടുതലായിട്ട് നമുക്ക് B2B B2C ഒക്കെയാണ് വരാറ് പ്രാക്ടിക്കലി നമ്മൾ ഫയൽ ചെയ്യണ സമയത്ത്. അപ്പൊ ഓക്കെ, നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, ശരി. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ ചോദിക്കാൻ മടി ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്യാം, എനിക്ക് വാട്സപ്പ് ചെയ്യാം. ഓക്കെ, വാട്സപ്പ് നമ്പർ തരാം, 9567444279. ഞാൻ എൻ്റെ വാട്സപ്പ് നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് നോട്ട് ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കാം. എല്ലാവരും നോട്ട് ചെയ്തോളൂ. നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. 9567444279. ഓക്കെ, ശരി, നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അപ്പൊ നാളെ കാണാം. ഓക്കെ, ഗുഡ് നൈറ്റ്.